ഇപ്പൊ കേരളത്തില് വാഴ 2 എന്നൊരു സിനിമ ഇറങ്ങി. വാഴ 2 എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഇറങ്ങി. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമില് റീൽസ് നോക്കിയാൽ മനസ്സിലാവും. അതിന്റെ അകത്ത് ഒരു സീനില് തിയേറ്ററിന്റെ അകത്തളങ്ങളില് ഉറക്കെ ആമീൻ പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ദീൻ ഇസ്ലാമിനെ കളിയാകുന്നു ഒരു പറ്റം ചെറുപ്പക്കാരുടെ വീഡിയോ നമ്മൾ കാണുമ്പോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. മുസ്ലിം സമൂഹം വളരെ റെസ്പെക്റ്റോടുകൂടി കാണുന്ന ഒരു വേഷമാണ് പർദ്ദ. മറ്റ് മതങ്ങളിലുള്ള ആളുകളും പർദ്ദയെ കാണുന്ന റെസ്പെക്റ്റായിട്ട് കാണുന്ന ഒരു വേഷമാണ്. ഞാനൊരു വീഡിയോ കണ്ടു. പർദ്ദ ധരിച്ച് കുറച്ച് മുസ്ലിം പെൺകുട്ടികൾ സിനിമയ്ക്ക് പോകാൻ, വാഴ 2 എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് പോകുന്നു. എന്നിട്ട് ആദ്യം ഭയങ്കരമായിട്ട് ചിരിക്കുന്നു, ആമീൻ പറയുന്നു, പിന്നീട് കണ്ണീര് കൊണ്ട് മെഴുകുന്നു. വിശാലമാക്കി കൊടുക്കണേ. എങ്ങനെയുണ്ട് മൂവി? ഞാൻ ഒരിക്കലും കരയല്ല. അതേപോലെ കുറച്ച് കുട്ടികളെ കൊണ്ട് സിനിമ ടാക്കീസിൽ പോയിട്ട് ആ വാഴ 2 തന്നെ ഒരു ദുആ ചെയ്യുന്ന ഒരു രംഗമുണ്ട്. ആ രംഗത്ത് ആമീൻ പറയിപ്പിക്കുക, അത് ഇൻസ്റ്റയിൽ ഇടിക്കുക. ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. മതം എന്ന് പറയുന്നതും മതത്തിൻ്റെ ചിഹ്നങ്ങൾ എന്ന് പറയുന്നതും ആ മതത്തിലെ ആളുകൾ പോലും റെസ്പെക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ മറ്റു ഇതര സമൂഹങ്ങളിലുള്ള ആളുകൾ റെസ്പെക്റ്റ് ചെയ്യും. ഇതിനെതിരെ ഒരുപാട് ഉസ്താദുമാരെ പ്രസംഗങ്ങൾ ഞാൻ കേട്ടിരുന്നു. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മുടെ മതത്തിലുള്ള ചിഹ്നങ്ങളെ നമ്മളാണ് ആദ്യം റെസ്പെക്റ്റ് ചെയ്യേണ്ടത്. നമ്മളത് കൊടുക്കുന്നില്ലെങ്കിൽ മറ്റാരും അത് കൊടുക്കില്ല. നിങ്ങൾക്ക് സിനിമക്ക് കാണാൻ പോവേ, സിനിമ കാണാൻ പോവാതിരിക്കുക, എന്തും ആവാം. പക്ഷെ അത് റീലെടുപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നൊരു വേഷം, ആ വേഷം മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു റിലീജിയൻ വേഷമാണെങ്കിൽ പരമാവധി ആ വേഷത്തിനെ മോശമാക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു സാമാന്യ ബുദ്ധി നമുക്ക് വേണ്ടേ. ഇപ്പം എല്ലാവരുടെ ഉള്ളിലും വാഴ, തീരെ സിനിമക്ക് പോകാത്ത ആളുകൾ അടക്കം വാഴ 2 സിനിമ കാണും. എന്താണ് അതിന് മാത്രം ആ സിനിമയിലുള്ളത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഈ അടുത്ത് ഞാൻ ചങ്ങായിയുടെ വീഡിയോ കണ്ടു. ആ വീഡിയോയിലാണ് പറഞ്ഞത് വെള്ളിയാഴ്ച പള്ളിയിലെ ഖുതുബയേക്കാൾ നല്ല ഉപദേശമാണ് വാഴ 2. അയാൾ അങ്ങനെ കാണുന്നത്. അയാൾക്ക് മറുപടിയായിട്ട് അൻസാരി സുഹരി എന്തൊക്കെ പറഞ്ഞിരുന്നു. സിനിമയിൽ തന്നെ ഹിന്ദു സമൂഹങ്ങളുടെ സിംബലുകൾ കാണിക്കുന്നുണ്ട്, ക്രിസ്ത്യൻ സമൂഹങ്ങളുടെ സിംബലുകൾ കാണിക്കുന്നുണ്ട്. അവരൊന്നും ചെയ്യാത്ത ഒരു അപക്വത അല്ലെങ്കിൽ ഒരു തരം കാട്ടിക്കൊല്ല, ഒരു നിലവാരമില്ലായ്മ ഈ മുസ്ലിം സമൂഹത്തിൽ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ മലബാറിലുള്ള ആളുകൾക്കാണ് ഇത്ര ഒരു നെഗളിപ്പ് എനിക്ക് തോന്നി. അപ്പോൾ ഈ ഒരു വാഴ 2 സിനിമയുടെ ഇപ്പോൾ ഒരു പ്രത്യേകതയായിട്ട് ഇവർ പറഞ്ഞാൽ ഒരുപാട് നല്ല ആശയങ്ങൾ ഉണ്ടായിക്കോട്ടെ. ലഹരിക്കെതിരെ ഒരു കൂട്ടർ വിദ്യാർത്ഥികളായ ആളുകൾ സ്കൂളിൽ അടിപിടി നേടി ഒടുവിൽ അവർ കാണുന്ന ഒരു മോചനം സിന്തറ്റിക് ലഹരിയാണ്. ആ ലഹരിയുടെ പ്രശ്നങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ലഹരിക്കെതിരെ അടുത്ത കാലത്തൊന്നും സിനിമയിൽ വരാത്ത അത്ര അധികം നല്ലൊരു സന്ദേശം ആ സിനിമയിലുണ്ട് അത്രേ. ആ സിനിമയിൽ അതൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ മനസ്സിലാക്കിയ ആ വിദ്യാർത്ഥികൾ തന്നെ തങ്ങളുടെ താഴെ അനിയന്മാരും അനിയത്തിമാരടങ്ങുന്നൊരു സമൂഹം ലഹരിയിലേക്ക് പോകുമ്പോൾ അവരെ ഉപദേശിക്കാനും ഈ ഒരു ഇക്കാക്കമാരായ നായകനും ടീമും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതൊരു കൊടുക്കുന്ന മറ്റൊരു സിനിമയിലും ഇല്ലാത്ത രീതിയിൽ സിന്തറ്റിക് ലഹരിക്കെതിരെ വലിയൊരു സന്ദേശം നൽകാൻ ഈ സിനിമക്കായിട്ടുണ്ട്. ഇതാണ് ഈ സിനിമയോട് വലിയൊരു ആശയമായിട്ട് എല്ലാവരും കാണുന്നത്. ആളുകൾ എന്തുകൊണ്ടാവും ഈ വാഴ 2 എന്ന് പറയുന്ന സിനിമക്കെതിരെ പിന്നാലെ ഇങ്ങനെ എല്ലാ താത്തമാരും, നമ്മൾ ഒരിക്കലും എനിക്ക് തന്നെ ഒരുപാട് അറിയാം, തീരെ ടാക്കീസിൽ പോവാത്ത ആളുകളടക്കം വാഴ 2 പോവാൻ കാരണം എന്താണ്? അതിലെന്തെങ്കിലും ഒരു മേജിക് അതിലുണ്ടോ? ഹാഷിർ എന്ന് പേരുള്ള ഇൻസ്റ്റയിലൊക്കെ സൂപ്പർ സ്റ്റാറായ ഇൻസ്റ്റ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പരിചയമുള്ള ഒരാളാണ് ഈ ഹാഷിറും ടീമും. അലനൊക്കെ അടങ്ങുന്ന, വിനായകമൊക്കെ അടങ്ങുന്ന ഒരു ടീം. അതിൽ മെയിൻ ഹാഷിറാണ്. ഹാഷിറിൻ്റെ കാമാണ്. ഹാഷിർ വളരെ കൂളാണ്. അപ്പോൾ അവരെ കാണാനാണ് ആളുകൾ പോകുന്നത്. പിന്നെ അതിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് സാഹോദര്യ ബന്ധങ്ങളാണ്. ഈ സാഹോദര്യ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഇക്കാക്കയും അനിയനും തമ്മിൽ എപ്പോഴും അടി, ഇക്കാക്കയും അനിയത്തിയും തമ്മിൽ എപ്പോഴും അടി. അങ്ങനെ അടിയിലൂടെ പോയിട്ട് ഈ സിനിമ കൊണ്ട് എത്തിക്കുന്ന ഒരു കൾച്ചർ എന്താണ്?
അവർ തമ്മിൽ നല്ല സ്നേഹമായിട്ട് മാറുക, അവർ മറ്റൊരാളെ സഹായിക്കുക, അനിയനെ സഹായിക്കുന്ന ജ്യേഷ്ഠൻ, ജ്യേഷ്ഠനെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന അനിയൻ, അനിയത്തിക്ക് പഠിക്കാൻ വേണ്ടി സ്കോളർഷിപ്പ് കിട്ടിയപ്പോൾ അതിനു വേണ്ടിയുള്ള സാമ്പത്തിക സഹായം നൽകുന്ന ഈ മറ്റേ വിദേശത്ത് പോയ ജ്യേഷ്ഠൻ, ഇതുപോലെയുള്ള കുറേ നല്ല സന്ദേശങ്ങൾ ഇതായിരിക്കാം ഒന്ന് ഈ സിനിമയിലേക്ക് ആകർഷിപ്പിച്ചത്. വേറൊന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികളുടെ ട്രെൻഡാണ് എങ്ങനെയെങ്കിലും +2 പാസ്സാവുക, +2 പാസ്സായി പിന്നെ യൂറോപ്പിലേക്ക് വിടാം, യൂറോപ്പിൽ എന്തോ കനകക്കട്ട് എടുത്ത് വെച്ചിക്കിടണം. ഈ സിനിമ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് യൂറോപ്പിൽ പോകുന്ന ആളുകൾ തനി മണ്ടന്മാരും അവിടെ ചെന്ന് പെട്ടുപോകുന്നതുമാണ്. നമ്മുടെ നാട്ടിലെ പാരൽ കോളേജിൻ്റെ അത്ര നിലവാരമുള്ള കോളേജുകൾ അവിടെയുള്ളൂ, യൂറോപ്പിലെ കോളേജുകളിൽ. അവിടെ ചെന്ന് പഠിക്കാൻ പോയാൽ അവിടെ കിട്ടുന്നത് മലയാളികളെ തന്നെയാണ്. കൃത്യമായ ക്ലാസ്സുകളില്ല, അവിടെ നമുക്ക് റവന്യൂവിന് വേണ്ടിയിട്ട്, നമ്മുടെ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് നമുക്ക് വളരെ താഴ്ന്ന ജോലികൾ വരെ ചെയ്യേണ്ടുന്ന സാഹചര്യം. ഒരു അസുഖം വന്നാൽ കൃത്യമായി ഡോക്ടർമാരില്ല. അങ്ങനെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സൗകര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ ഈ യൂറോപ്യൻ നഗരങ്ങളിൽ കിട്ടുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഈ ഒരു സിനിമ കാണിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും പോസിറ്റീവായ ഒരു വശം എന്നാണ് എല്ലാവരും പറയുന്നത്. അടുത്തൊരു കുട്ടികൾക്ക് എന്തേ വേണ്ടുള്ളൂ, ഡിഗ്രി അങ്ങോട്ട് കഴിഞ്ഞാൽ നല്ല മാർക്കുള്ള പിള്ളേരടക്കം പോകുന്നത് അവർക്കാണ് ഈ യൂറോപ്യൻ നഗരങ്ങളിലേക്കാണ്. അപ്പം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു മകൾ അയർലൻഡിലായിരുന്നു. ആ അയർലൻഡിൽ പോയ ആ പെൺകുട്ടി ഇങ്ങനെ വീട്ടിലേക്ക് വരാൻ വേണ്ടി ആദ്യം ഇവർ ഈ തുർക്കിയിൽ പോകണം, തുർക്കിയിൽ നിന്ന് വേണം ഇങ്ങോട്ട് ഫ്ലൈറ്റ് അടിച്ച് ഇങ്ങനെയൊക്കെ വരാൻ. അയർലൻഡിലാണ് അവർ നിൽക്കുന്നത്. അവർ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ ആ നാട്ടിലുള്ള ഒരുത്തിന് ആ ഫോൺ പിടിച്ചോടി, ആ ഫോൺ തട്ടിപ്പറിച്ചോടി. അപ്പോൾ ഇന്ത്യക്കാരോട് അവർ കാണിക്കുന്നത് വളരെ മോശം സമീപനമാണ്. എന്നിട്ട് ഈ പെൺകുട്ടിയുടെ മുൻപിൽ ഒരു മാർഗ്ഗമില്ല, ഇവർ സ്റ്റേഷനിൽ പോയി പരാതി പറയാൻ നടപടി ഉണ്ടാവുമോ? നമ്മുടെ പോലെയുള്ള നാട്ടിലുള്ള ആളുകളോട് അവർക്ക് ഒരു പ്രതിബദ്ധതയുമില്ല. അങ്ങനെ ഈ പെൺകുട്ടി പിറ്റേ ദിവസം വേറൊരു ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് ചെന്നപ്പോഴാണ് ആ ഫോൺ കട ഉടമസ്ഥനക്ക് വഴിയിൽ വെച്ചിട്ട് ഈ ഫോൺ കിട്ടിയിരുന്നു. അതുകൊണ്ട് ആ ഫോൺ തിരിച്ചു കിട്ടി. നമ്മുടെ നാട്ടിൽ നിന്ന് പോയ പല പെൺകുട്ടികളും നല്ല മെറിറ്റിൽ ഇവിടെ നീറ്റ് എഴുതാൻ കഴിയുന്ന ആളുകൾ, ഇവിടെ നല്ല മാർക്ക് എഴുതാൻ കഴിയുന്ന ആളുകളാണ് ഈ ഒരു യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് പെട്ടുപോണത്. ആ പെട്ടുപോണതിൻ്റെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് ഈ സിനിമ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സിനിമയിലേക്ക് ആകർഷിപ്പിക്കുന്ന മറ്റൊരു ഘടകം. പിന്നെ ആഷിഖ് ഉസ്താദ് ഈ വിഷയം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ കേരളത്തില് വാഴ 2 എന്നൊരു സിനിമ ഇറങ്ങി. വാഴ 2 എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഇറങ്ങി. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് നോക്കിയാൽ മനസ്സിലാകും. അതിന്റെ അകത്ത് ഒരു സീനില് അതിന്റെ അകത്ത് ഏതോ ഒരാൾ അഭിനയിക്കുന്ന ഉസ്താദന്മാരെ പോലെ അഭിനയിച്ചിട്ട് ദ്വാരക്കുന്നുണ്ട്. ഈ ദ്വാരക്കുമ്പോ ഈ മുസ്ലിം ചെറുപ്പക്കാര്, മുസ്ലിം പെണ്ണുങ്ങള് പർദ്ദ ധരിച്ച് നല്ല നിസ്കാരത്തിനുള്ള എത്രയോ ചെറുക്കന്മാരെ തിയേറ്ററിൽ പോയിട്ട് ഇതിന്റെ നാമിയും പറഞ്ഞിട്ട് ക്ലിപ്പെടുത്തിട്ട് വലിയ കാര്യത്തിൽ സ്റ്റാറ്റസ് ആക്കുന്നു, സ്റ്റോറി ആക്കുന്നു. ഞാൻ ചോദിക്കപ്പോ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ അയച്ചെന്നിട്ട് പറയും, ഉസ്താദെ പർദ്ദ ധരിച്ചിട്ട് ഉസ്താദെ തിയേറ്ററിൽ പോകണം, അല്ലാഹു നൽകുമാറാവട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. നിസ്കാരത്തിനുള്ള എത്രയോ പേര് തിയേറ്ററിന്റെ അകത്തിന്റെ പ്രിയപ്പെട്ടവരെ പോയി ജീവിക്കും, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നിങ്ങളോട് പറയാ അതല്ല എന്ന് പറയണേ, ഞാൻ നിങ്ങളോട് പറയാ അതല്ല ഇസ്ലാം എന്ന് പറയണേ. ആ തിയേറ്ററിന്റെ അകത്തെങ്ങാണ് ഇരിക്കുന്ന സമയത്ത്, തിയേറ്ററിന്റെ അകത്ത് സിനിമ കണ്ട തിയേറ്ററിന്റെ അകത്ത് ഇരുന്ന് സീൻ പറയുമ്പോ, ആമി പറയുമ്പോ ആ സമയത്തെങ്ങാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും മരിച്ചാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതാ മരണം എന്ന് പറയണേ. അള്ളാഹു നല്ല മരണം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കബൂലിയത്തുള്ള മരണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഷിഖ് ഉസ്താദ് മാത്രമല്ല ഒരുപാട് ഉസ്താദുമാർ വിഷയം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തിയേറ്ററിന്റെ അകത്തളങ്ങളില് ഉറക്കെ ആമീൻ പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കളിയാകുന്നു ഒരു പറ്റം ചെറുപ്പക്കാരുടെ വീഡിയോ നമ്മൾ കാണുമ്പോ അല്ലാഹുവേ, നമ്മൾ ഈ വിഷയം ചൂണ്ടിക്കാട്ടുമ്പോൾ ചോദിക്കുക, നിങ്ങളിപ്പോൾ വാഴ 2 പ്രമോഷൻ കൊടുക്കുകയാണ്, നിങ്ങൾ അതാണ് ഇതാണ് ഇങ്ങനെയൊക്കെ ഒരു ആരോപണം പറയാം. നമ്മളൊരുപാട് ക്രൈം പറയലുണ്ട്, ഒരുപാട് കൊലപാതകങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്താ പറയുക സ്വയം ജീവനൊടുക്കി, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ അതിന് പ്രമോഷൻ കൊടുക്കുക കൊലപാതകത്തിന് പ്രമോഷനാണോ അല്ലെങ്കിൽ സ്വയം ജീവനൊടുക്കാനുള്ള പ്രമോഷനാണോ? നമ്മൾ പല പല കേസുകൾ പറയുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ ഞാൻ പറയലുണ്ട്. ഒന്നിനും പ്രമോഷനായിട്ട് നിങ്ങൾ ചിത്രീകരിച്ചുകൊണ്ട് കാര്യമില്ല. ഈ ഒരു വീഡിയോ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകും, ഇയാൾ വാഴ 2 പ്രമോഷൻ കൊടുക്കുകയാണ്. ഇതൊക്കെ ഇവിടുത്തെ ഒരു നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. ഒരു സിനിമ കാണുന്ന എല്ലാവരും ഒരു കാമൻ ക്വയറ്റ് ചെയ്ത സിനിമയാണ്. അവിടെ പോയിട്ട് ആമീൻ പറയുന്ന ഒരു സംസ്കാരം, ഇത് നിങ്ങൾക്ക് മുസ്ലിങ്ങളെ കുറിച്ച് നല്ല ഇതുണ്ടാക്കാം. ഒരു കുട്ടി കരഞ്ഞാൽ പോലും ആളുകൾ കൂകി വിളിക്കും. ചെറിയ കുട്ടികളെയും കൊണ്ട് സിനിമ ടാക്കീസിൽ വന്നാൽ മറ്റുള്ളവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുപോലും ഇതിന് ഉറക്കെ സംസാരിക്കണത്, അവിടെ കിടന്നിട്ട് ഓരോ ബഹളങ്ങൾ ഉണ്ടാക്കുന്നത്, ഇതൊക്കെ ഒരു തിയേറ്റർ സംസ്കാരം ഇല്ലാത്ത ആളുകൾ ചെയ്യുക എന്നുള്ളത് തിയേറ്ററിൽ പോണവർ തന്നെ പറഞ്ഞാണ്. അതിനിടയിലാണ് നമ്മൾ അവിടെ ഇരുന്ന് ആമീൻ പറയിപ്പിക്കുക. അതൊരു മതത്തിനൊരു ചിഹ്നങ്ങളുണ്ട്. ആ ചിഹ്നങ്ങളെ നിങ്ങൾ ബഹുമാനിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മതവിരുദ്ധമായ മനസ്സുള്ളവരാണ് എന്നാണ്. ഇത് ഞാൻ പറഞ്ഞൊന്നുമല്ല, ഇത് മതം പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ പോകുന്ന ആളുകൾ ഈ രീതിയിൽ വീഡിയോ ഉണ്ടാക്കിയിട്ട് ഇടുന്നത് നിങ്ങൾ ഇട്ടിട്ടാണ് നാട്ടുകാർ അറിയണത്, അല്ലാതെ ആരും ഈ പോണവരെ പിന്നാലെ പോയിട്ട് വീഡിയോ എടുക്കണതല്ല, അവർ തന്നെ ബോധപൂർവ്വം ഇടുന്നതാണ്. സിനിമ കാണുന്നതിനുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, പണ്ട് TV തന്നെ മോശമാണ്, TV വെക്കാൻ ആരോ പറയും ടി വിയിൽ വരുന്നത് മോശമായിട്ടൊന്നുമല്ല,
ആദ്യം റേഡിയോ വെക്കലിന് ഇവിടെ ഹറാമാണ്, അതിനെതിരെ പ്രസംഗിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ട്. പിന്നെ റേഡിയോയിൽ വെള്ളിയാഴ്ച ഖുർആനും മറ്റൊക്കെ വന്നു തുടങ്ങിയതിന് ശേഷമാണ് റേഡിയോനുള്ളൊരു വിരോധം തീർന്നത്. പിന്നെ ടി വി വെക്കൽ മോശമാണെന്ന് തന്നെ പറഞ്ഞിരുന്നു. ടി വിയിൽ വരുന്നൊരു കാര്യം മോശമായതുകൊണ്ട് മാത്രമല്ല, ടി വിയോട് നമുക്ക് ഈ പുതിയത് വരുമ്പോഴൊക്കെ അതിനോട് വലിയൊരു അയുക്തിയാണ്. അപ്പോൾ പിന്നെ ടി വി ഇന്നിപ്പോൾ ഇൻസ്റ്റയിൽ തന്നെയാണ്, ഉസ്താദുമാരടക്കം ഇൻസ്റ്റയിൽ തന്നെ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ടി വി വെക്കൽ ഹറാമാണെന്നുള്ള കാര്യങ്ങൾ പറയും. ഇപ്പോൾ പള്ളി തന്നെ ടി വി ഉണ്ട്, അതായത് പള്ളിയിൽ താഴത്തെ പള്ളിയിൽ നിന്നൊക്കെ നിസ്കാരം മേലത്തെ സ്ക്രീനിൽ ടി വിയിൽ കാണാം, അങ്ങനത്തെ പള്ളിയിലേക്ക് മാറി. ഫോട്ടോ എടുക്കൽ ഹറാമായി, ഇങ്ങനെ കാലോചിതമായിട്ട് മാറി. അപ്പോൾ ചിലർ ചോദിക്കുന്നത് നാളെ സിനിമ ഇനി ഹലാലാവോ എന്നുള്ളത്. സിനിമ ഹലാലാവോ ഹറാമാവോ എന്നുള്ളതല്ല, നല്ല സന്ദേശങ്ങൾ നൽകുന്ന ഒരുപാട് ഇറാനിയൻ സിനിമകളും മറ്റ് റസൂലുള്ളാഹിനെ കുറിച്ച് പറയുന്ന സിനിമകളുണ്ട്, അതേപോലെ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന സിനിമകളുണ്ട്. സിനിമകളുടെ കാറ്റഗറി തിരിക്കല്ല. ഒരു സിനിമക്ക് നിങ്ങൾ പോയിട്ട് വന്നിട്ട് നിങ്ങൾ വരിക കാണുക പോവുക ചെയ്യുന്നതിനെ കുറിച്ചിട്ടല്ല. അത് ഈ മതവേഷം വിട്ടിട്ട് നിങ്ങൾ ഇതിങ്ങനെ ഒരു തരം നിലവാരമില്ലാത്ത കളികൾ കളിക്കാം, എന്നിട്ട് അവിടെ പോയിട്ട് ആമയും പറയാം, ഇതൊരു കൾച്ചറലെസ് പരിപാടിയാണ്. അത് നമ്മൾ എന്താണ് ഒരു ബോധമില്ലാത്തത്. അപ്പോൾ ഉസ്താദുമാർ ഈ പറയുന്ന രംഗത്ത് അവർ ദീന് പറയാണ്, അവരെ നമ്മൾ അതിൽ കളിയാക്കിയിട്ടോ പരിഹസിച്ചിട്ടോ കാര്യമില്ല. എന്തായാലും സമുദായത്തിൻ്റെ ഈ ഒരു പോക്കുണ്ടല്ലോ, പ്രത്യേകിച്ചിട്ട് നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റികൾക്ക് അവരുടെ മതത്തിലുള്ള ചിഹ്നങ്ങളോട് തന്നെ റെസ്പെക്റ്റ് ഇല്ല എന്ന് പറയുന്നത് ഞാനല്ല, മറ്റു മതത്തിലുള്ള ആളുകളാണ്. ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഹജ്ജിൻ്റെ സമയം ആവാറായി, ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഹജ്ജിൻ്റെ പരിശീലന ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന ആരൊക്കെ ഇത്തവണ ഹജ്ജിന് പോകുന്നവരുണ്ട്, സർക്കാർ കോട്ടയിൽ പോകുന്നവരുണ്ട്, അല്ലാത്ത മറ്റ് സ്വകാര്യ ഗ്രൂപ്പുകളിൽ പോകുന്നവരുണ്ട്. എന്തായാലും നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇത്തവണ ഹജ്ജിന് പോകുന്ന ആളുകളുണ്ടെങ്കിൽ ആ സന്തോഷം ഒന്ന് പങ്കുവെക്കുക. ഞാനിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഹജ്ജ് എന്നൊരു വാക്കിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല അർത്ഥങ്ങളുണ്ട്, ഞാൻ 2-3 ഓപ്ഷൻ പറയാം, ഇതിൽ ഏതാണ് ശരിയെങ്കിൽ അത് നിങ്ങൾ ഉത്തരം കമൻറ്റ് ചെയ്യുക. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അർത്ഥം ആരാധന എന്നുള്ളതാണ്. മറ്റൊന്ന് ഹജ്ജ് എന്ന് പറഞ്ഞാൽ സിയാറത്ത്, സന്ദർശനം എന്നുള്ളതാണ്. ഇതിൽ ഏതാണ് ശരി ഉത്തരം എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.